പൂരവും ആനയും മേളവും മുത്തുക്കുടയും വെഞ്ചാമരവും പുലിക്കളിയും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കലോത്സവത്തിന് കലാകൗമാരത്തെ വരവേറ്റത് കേരളത്തിലെ കൽപ്പിത സർവകലാശാലയായ കലാമണ്ഡലത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെയാണ്. കലകൾ പാഠ്യവിഷയമാക്കിയ നിത്യേന കലാഭ്യാസം നടത്തുന്ന കുട്ടികളോട് മറ്റ് വിദ്യാർത്ഥികൾ മത്സരിക്കുന്നതിലെ അനൗചിത്യമാണ് സ്കൂൾ കലോത്സവത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം. എന്നാലും സ്വാഗതഗാനത്തിലൂടെ കുട്ടികൾ കലാമേളയുടെ ഭാഗമാണ്. 64ാമത് കേരള സംസ്ഥാന കലോത്സവത്തില് നമ്മളുടെ തീം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്തെ കുറിച്ചും പിന്നെ ഇവിടുത്തെ സാംസ്കാരിക മഹോത്സവമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടുള്ള വരികളാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കലാരൂപങ്ങൾ, ഫോക്കായാലും ക്ലാസിക്കലായാലും എല്ലാ കലാരൂപങ്ങളെയും ഞങ്ങൾ അതിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിട്ടുണ്ട്. ഫോക്ക് ഉണ്ട്, ട്രൈബൽ ഉണ്ട്, അതുപോലെ എല്ലാ ക്ലാസിക്കൽ കലാരൂപങ്ങളും ഉണ്ട്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വെച്ച് നടന്നതിലും സ്വാഗതഗാനം നമ്മളായിരുന്നു കൊറിയോഗ്രാഫി ചെയ്തത്. ഇത്തവണയും പിന്നെ +1 +2 കുട്ടികളാണ്, ഹയർ സെക്കൻഡറി കുട്ടികളാണ്. ഇത്തവണ 41ഓളം പെൺകുട്ടികളും 6 ആൺകുട്ടികളും അടങ്ങിയിട്ടുള്ള അത്രയും ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത് ഇത്തവണത്തെ ഈ സ്വാഗതഗാനത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിലാണ് നമ്മളിത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. എല്ലാ കുട്ടികളും നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിരുന്നു അവരെ പഠിപ്പിക്കാൻ. ഇന്നലെ വൈകിട്ടാണ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഞങ്ങൾ ഫൈനൽ റിഹേഴ്സൽ നടത്തുന്നത്. അത് ഇന്ന് രാവിലെ മിനിസ്റ്ററുടെ മുന്നിൽ അവതരിപ്പിച്ചു. കലാമേളയുടെ ഭാഗമാകാൻ വേണ്ടി കഴിഞ്ഞത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിലും അധ്യാപകർ എന്ന രീതിയിലും നിങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ യൂത്ത് ഫെസ്റ്റിവൽ പോലെയുള്ള ഈ കലോത്സവ വേദികളിൽ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ഇത് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു നല്ല അവസരമായിരുന്നു. ഈ ഒരു ട്രൈബൽ ഫോക്ക്, അതുപോലെ മാർഗംകളി, ഒപ്പന, ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതൊരു അവസരമായിരുന്നു. കൂടുതലും കുറവുമുണ്ടെങ്കിലും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് കലകൾ. സ്വാഗതഗാനത്തിലൂടെ കലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നില്ലെന്നാണ് തെളിഞ്ഞത്. ടീം റിപ്പോർട്ടർ, തൃശൂർ.